Hi, good morning, students. This is the second video of the chapter Geothermal Energy. In this video, we will see the structure of Earth's interior. ഭൂമിയുടെ ആന്തരിക ഘടന ആണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഭൂമിയുടെ ആന്തരിക ഘടനയുടെ ഒരു ചെറിയ ചിത്രം നമ്മൾ ഇവിടെ കാണാൻ സാധിക്കും. This is the picture of a structure of the Earth's interior. The outer surface, that is in the layer, the first layer is crust, and the second layer is called mantle, which is divided into upper mantle and lower mantle. The innermost layer is core, which is divided into outer core and inner core. So here ഈ ഭൂമിയുടെ ഘടനയെ നോക്കുമ്പോൾ ഏറ്റവും പുറത്തുള്ള പ്രതലം സർഫസ്, അതിനുള്ളിൽ അതിന് താഴെയായി കാണപ്പെടുന്ന ഒരു പാളിയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്രസ്റ്റിന്റെ ആഴം 35 കിലോമീറ്റർ ആണ്. ഭൂമി ഓഷ്യൻ സമുദ്രത്തിൽ 10 കിലോമീറ്റർ ആണ്. അതിനും താഴെ കാണപ്പെടുന്ന മാന്റിലാണ്. അത് രണ്ടായി വിഭജിച്ചിരിക്കുന്നു. അത് അപ്പർ മാന്റിൽ എന്നും ലോവർ മാന്റിൽ എന്നും പറയുന്നു. അതിനും ഉള്ളിൽ കാണപ്പെടുന്നത് കോർ ആണെങ്കിലും അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിന് ഔട്ടർ കോർ, അത് ദ്രാവക രൂപത്തിലുള്ള ലിക്വിഡ് ഫോമിലാണ്. അതിനുശേഷം ഉള്ളിലുള്ളതാണ് ഇന്നർ കോർ. So we'll see the crust, mantle and core. These are the three parts of the three layers of the earth. So what is crust? It is the outermost shell of the earth that extends to variable depths below mountains, continents and oceans. The thickness of crust is believed to be 0.9 kilometer, and several substances like limestone, coal, gold, petroleum are found in the crust. So ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ ഡെപ്സ്, ബിലോ മൗണ്ടൻ പർവ്വതങ്ങൾ, കോണ്ടിനെന്റ്സ് ഭൂഖണ്ഡങ്ങൾ, ഓഷ്യൻ സമുദ്രങ്ങൾ. അപ്പോൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് അതിൻ്റെ ആഴം വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. ഉദാഹരണം, ആ ഓഷ്യൻ സമുദ്രത്തിലാണെങ്കിൽ 10 കിലോമീറ്റർ ആഴത്തിലും കോണ്ടിനെന്റ്സ് ആണെങ്കിൽ 35 കിലോമീറ്റർ ആഴത്തിലുമായിരിക്കും. മൗണ്ടൻസ് ആണെങ്കിൽ വേറെ ആഴത്തിലായിരിക്കും. The thickness of crust is believed to be 9.9 kilometer, and several substances like limestone, coal, gold, petroleum are found in the crust. നമ്മൾ ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള നല്ല വിലയുള്ള സാധനങ്ങളായ സ്വർണം, അതുപോലെ പെട്രോൾ, ഡീസൽ അറിയപ്പെടുന്ന പെട്രോളിയം, അതുപോലെ കൽക്കരി, ലൈംസ്റ്റോൺ നമ്മൾ പറയുന്ന ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ്, ഇതെല്ലാം ഭൂമിയുടെ ക്രസ്റ്റിൽ നിന്നാണ് ലഭിക്കുന്നത്, കുഴിച്ചെടുക്കുന്നത്. രണ്ടാമത് മാന്റിൽ. ഇറ്റ് ഈസ് ദ സെക്കൻഡ് കോൺസെൻട്രിക് ഷെൽ ഓഫ് എർത്ത് ദാറ്റ് ലൈസ് ബിലോ ദ ക്രസ്റ്റ്. ദ അപ്പർ റിജിഡ് part of the mantle extends up to 100 kilometers below the separating crust and contains mainly iron and magnesium. The crust and the upper mantle form the lithosphere. രണ്ടാമത്തെ പാളിയാണ് കോൺസെൻട്രിക് ഷെല്ലാണ് മാന്റിൽ എന്ന് പറയുന്നത്. ക്രസ്റ്റിന് താഴെയായി ആണ് ഇത് കാണപ്പെടുന്നത്. The upper rigid part of the mantle extends up to 100 kilometers below the crust. ക്രസ്റ്റിൽ നിന്നും 100 കിലോമീറ്റർ താഴെ 100 കിലോമീറ്റർ വരെ കാണപ്പെടുന്നതാണ് അപ്പർ മാന്റിൽ. ആൻഡ് കണ്ടെയ്ൻസ് മെയിൻലി, പ്രധാനമായും അയൺ, മഗ്നീഷ്യം ആണ് അതിൽ കാണപ്പെടുന്നത് അപ്പർ മാന്റിലിൽ. ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ മാന്റിൽ ഫോം ലിത്തോസ്ഫിയർ. ക്രസ്റ്റും അപ്പർ മാന്റിലും കൂടെ ചേർന്ന് നമ്മൾ അതിനെ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അപ്പോൾ അപ്പർ മാന്റിലിൽ എന്താണുള്ളത്? മെയിനായിട്ടും അയൺ, മഗ്നീഷ്യം ആണുള്ളത്. അതിന് 100 കിലോമീറ്റർ ആഴമുണ്ട്. അതിലാണ് അതിനെയും ക്രസ്റ്റും കൂടെ ചേർന്ന് ലിത്തോസ്ഫിയർ എന്നും വിളിക്കുന്നു. ലോവർ മാന്റിൽ extending up to 2,900 kilometers below the earth's surface is less rigid and is hotter. The lower mantle. മാന്റിലിന്റെ അതിനുള്ളിലെ ഭാഗം എന്ന് പറയുന്നത് 2090 കിലോമീറ്റർ ആണ്. ബിലോ ദ എർത്ത് സർഫസ്,
ഭൂമിയിൽ നിന്നും 2900 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സർഫസ് ആണ് മാന്റിൽ, ലോവർ മാന്റിൽ എന്ന് പറയുന്നത്. ഈസ് ലെസ് റിജിഡ് ആൻഡ് ഈസ് ഹോട്ടർ. ഭാരം, ഡെൻസിറ്റി കുറച്ചും കൂടെ കുറവായിരിക്കും, ചൂട് കൂടുതലായിരിക്കും. ദിസ് ഇസ് നോൺ എസ് ആസ്തെനോസ്ഫിയർ. അപ്പോൾ ലോവർ മാന്റിലിന് പറയപ്പെടുന്ന പേരാണ് ആസ്തെനോസ്ഫിയർ. അത് കട്ടിയുള്ളതല്ല, ഭാരം, ഡെൻസിറ്റി കുറഞ്ഞതാണ്, അതിന് റിജിഡിറ്റി കുറവാണ്, അതിന് വേണമെങ്കിൽ ഡീഫോം, അതായത് ഷേപ്പ് മാറാൻ സാധിക്കുന്നു. The movement of lithosphere over the asthenosphere results in the phenomenon of plate tectonics, movement of Earth's crust. അതായത് ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ക്രസ്റ്റും അപ്പർ മാന്റിലും കൂടെ ചേരുന്ന ഭാഗം ഭൂമിയിൽ പ്ലേറ്റുകൾ എന്ന് പറയുന്ന പല പ്ലേറ്റുകൾ എന്ന് പറയുന്ന അതാണ്. അതിന് താഴെയുള്ള ആസ്തെനോസ്ഫിയറിന് മുകളിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിയറി പറയുന്നുണ്ട്. ആ സംഭവം യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലിത്തോസ്ഫിയർ ആസ്തെനോസ്ഫിയറിന്റെ മുകളിലൂടെ ചലിക്കുമ്പോഴാണ് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അതായത് ക്രസ്റ്റ് തന്നെ ചലിക്കുന്നു, അതിനെയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. അതായത് ലിത്തോസ്ഫിയർ ആസ്തെനോസ്ഫിയറിന്റെ മുകളിലൂടെ ചലിക്കുന്നു. കാരണം ആസ്തെനോസ്ഫിയർ സോളിഡ് അല്ല, ഏകദേശം ലെസ് റിജിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ലിക്വിഡുമല്ല. മൂന്നാമതായി കോറാണ്. ഏറ്റവും ഉള്ളിലുള്ള ഒരു ഷെൽ, കോൺസെൻട്രിക് ഷെല്ലാണ്, സർക്കിൾ സ്പെറിക്കൽ ആയിട്ടുള്ള ഒരു ഏറ്റവും സെയിം സെന്റർ ആണ്, അങ്ങനെയുള്ള ഒരു ഷെല്ലാണ് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് കോർ എന്ന് പറയുന്നത്. അത് പറഞ്ഞ പോലെ മാൻഡിൽ അവസാനിക്കുന്ന സ്ഥലത്താണ് ഈ കോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2900 കിലോമീറ്ററിൽ നിന്നും അതിനുശേഷം എക്സ്റ്റെൻഡ് ടു ദ സെന്റർ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ റേഡിയസ് ആയ 6370 കിലോമീറ്റർ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദിസ് ലെയർ ഈസ് ഫർദർ സബ് ഡിവൈഡഡ് ഇൻ ടു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഈ ലെയറിനെ വീണ്ടും നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. അതിനെ ഒന്നാമതായി ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു. The outer core comprises the region from a depth of 2900 km to 5200 km. ഈ കോർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഏറ്റവും പുറത്തെ റീജിയനായ ഔട്ടർ കോർ എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ മുതൽ 5200 കിലോമീറ്റർ വരെ ആഴമുള്ള ഭാഗത്തിനെയാണ് ഔട്ടർ കോർ എന്ന് പറയുന്നത്. അത് ദ്രാവക രൂപത്തിലാണുള്ളത്. ദ ഇന്നർ കോർ behaves near like a liquid, ഒരു ദ്രാവകം പോലെ ബിഹേവ് ചെയ്യുന്നു. The inner core with a thickness of around 1170 km is believed to be a solid metallic body containing nickel iron alloy. ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ കോർ എന്ന് പറയുന്ന ഭാഗം അത് 1170 കിലോമീറ്റർ തിക്നെസ് ആണുള്ളത്. അത് ബിലീവ്ഡ്, വിശ്വസിക്കപ്പെടുന്നു, ടു ബി എ സോളിഡ് മെറ്റാലിക് ബോഡി, വെറും മെറ്റൽ മാത്രമാണ് അതിലുള്ളത്, ഖരാവസ്ഥയിലുള്ള മെറ്റൽ ആണുള്ളത്. കണ്ടെയ്നിങ് നിക്കൽ അയൺ അലോയ്. ഓക്കെ, നിക്കൽ അയോണും കൂടെ ചേരുന്ന ഒരു സോളിഡ് ആണ് ഏറ്റവും ഉള്ളിലുള്ള. അപ്പോൾ ഔട്ടർ കോർ ആണ് ലിക്വിഡ് ആണെങ്കിലും ഇന്നർ കോർ സോളിഡ് ആണ്. ദ ഹോട്ട് മോൾട്ടൺ റോക്ക് ഓഫ് ദ മാൻഡിൽ ഈസ് കോൾഡ് മാഗ്മ. ഈ മാൻഡിലുള്ള ഔട്ടർ കോറിലുള്ള ഹോട്ട് മോൾട്ടൺ റോക്കിനെ മാഗ്മ എന്ന് പറയാം. അതാണ് ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തു വരുന്ന ഒരു ദ്രാവകമാണ് മാഗ്മ. അത് എവിടെയാണുള്ളത്? മാൻഡിലാണുള്ളത്, ഔട്ടർ കോറിലാണുള്ളത്. ഇതോടുകൂടി ഈ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ നമ്മൾ പഠിച്ചത് സ്ട്രക്ചർ ഓഫ് ദ എർത്ത് ഇന്റീരിയർ, ഭൂമിയുടെ അകത്തെ സ്ട്രക്ചർ, ഘടനയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. Thank you one and all.